അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ എൻ്റെ മൂത്ത പേരക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കായിട്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കിയതാണ്. അവൾ വേണ്ടാന്നൊക്കെ പറഞ്ഞതായിരുന്നു. പിന്നെ അവൾ പറഞ്ഞൊരു ചോക്ലേറ്റ് കേക്ക് മതിയെന്ന്. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് 3/4 കപ്പ് മൈദപ്പൊടിയും 1/4 കപ്പ് കൊക്കോ പൗഡറുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 സ്പൂൺ ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് അരിച്ചെടുക്കട്ടെ. ഞാൻ ആകെ ഒരു പ്രാവശ്യം തന്നെ അരിച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ ഞാൻ അരിച്ച് മാറ്റി വെക്കുന്നുണ്ട്. പലതരത്തിലുള്ള കേക്ക് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്നാലും ഞാൻ മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കേക്ക് നിങ്ങൾക്കുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ ഞാൻ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടും കൂടി ഉണ്ടായിരുന്നു. ഒരു സന്തോഷം കൂടി നിങ്ങളോട് പറയാനുണ്ട്. എനിക്ക് 2K ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം കിട്ടിയതാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയുന്നു. ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്നാലേ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് 2 പ്രാവശ്യമായി ഇട്ട് കൊടുത്തു. പിന്നെ അതാ 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നു. ഇനി ഇതിന് ശേഷം നമുക്ക് നമ്മുടെ മാറ്റി വെച്ച പൊടികൾ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒറ്റ പ്രാവശ്യം ഫുള്ളായിട്ട് കൊടുക്കാതെ 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല മഴ ആയത് കാരണം കറണ്ട് പ്രശ്നം നല്ലോണം ഉണ്ട് കേട്ടോ. എപ്പോഴും പോവുക വരിക തന്നെയാണ്. ഇപ്പോൾ ഇതാ 40 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. എന്നതിന് ശേഷം ഞാനിതാ 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അത് കാരണമാണ് ഞാൻ കാണിക്കാത്തത്. ക്രീം നന്നായി ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ടതിന് ശേഷം 1 മിനിറ്റും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചെറിയ കേക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ കേക്ക് ഇതാ ഞാൻ 2 ലെയറായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ക്രീമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്കോ ചിപ്സും കുറച്ച് ചോക്ലേറ്റ് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സും ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ഒരു ലെയറും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. രണ്ടാമത്തെ ലെയറിൽ ക്രീം വെച്ചതിന് ശേഷം നമുക്ക് കേക്ക് ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കാം. കാരണം ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ തണുത്ത് കിട്ടിയാലേ നമുക്ക് ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. മാക്സിമം 2 മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലേ നല്ലതുപോലെ തന്നെ തണുത്ത് കിട്ടുകയുള്ളൂ. ഇനി ഒരു സോസ് പാനിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. ഇത് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു ഡയറി മിൽക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചൂട് പോയതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഈ ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കാം. കേക്ക് ശരിക്കും 4 മണിക്കൂർ വേണം കേട്ടോ അത് തണുത്ത് കിട്ടാൻ. പക്ഷേ അത്രയൊന്നും ടൈം എനിക്ക് വെക്കാൻ പറ്റിയില്ല. വളരെ കുറച്ച് നേരം കേട്ടോ കേക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ മോള് സ്കൂളിൽ നിന്ന് വന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു. കേക്ക് മുറിക്കണ തിരക്കായല്ലോ. ഒരു പരിപാടിയായിട്ടൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ മോള് പോലും വന്നിട്ടില്ല. പിന്നെ കേക്ക് മുറിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്ത് പോയി ഒന്ന് ഭക്ഷണം കഴിക്കാൻ, അല്ലാതെ വേറെ ഒരു പരിപാടിയും ഇല്ല. അത് പിന്നെ കുട്ടികൾക്കൊരു പുറത്ത് പോയി കഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അവിടുന്ന് 2-3 ഫോട്ടോസ് എടുത്ത് പിന്നെ ഫുഡിൻ്റെ ഫോട്ടോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ബർത്ത്ഡേ സ്പെഷ്യൽ. പിന്നെ അവിടെ ഒരു സ്ത്രീ ഇരുന്ന് പാടുന്നു. നല്ല ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.